താങ്ക് യു ബൈ. 10 രൂപ. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ? വെൽക്കം വെൽക്കം വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പറിയില്ല, സച്ചിദാനന്ദൻ. സച്ചിന്നാ വിളിക്കുക. അയ്യോ അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഞാൻ വാ വാ. അയ്യോ മോളിലേക്ക് പോവല്ലേ? തല പുറത്തു കാണിക്കട്ടോ. ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല ഒന്നുമില്ല മച്ചി. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ? ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയത്. വരുന്നുണ്ട്. ഒന്ന് പോകണ്ട ഇവിടുന്ന്. ഞാൻ പറഞ്ഞോട്ടെ. ഒന്നുമില്ല, ടൈം പാസ്. ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിക്കല്ലേ? ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? കൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീം പിടിച്ചിരുന്നത്? കൈയൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കൂട്ടി 310 രൂപ. മറന്നു വന്നു. പിന്നെ 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്? അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ. എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷയെ പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ
സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ, അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ, ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? ഏ? 500 രൂപ എടുത്തേ. ഏ? ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ 500 വേണ്ടി ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ വെറും പാട്ട് മാത്രമല്ലേ ഉള്ളൂ. എന്നാലും നോക്ക്. നീ ഒരു കാര്യം ചെയ്യ്. പതുക്കെ പറയ്. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യ്. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ഡാ, ഡാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ അച്ഛനെ നാറ്റിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരൊന്നും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ. എനിക്ക് അങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിക്കണ്. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകും. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടാ. സ്റ്റിച്ച് പൊട്ടി. പോ. അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല. ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കുമില്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് ആ, അമ്മയും മോനും പേരിനതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള്ള അതും എടുത്ത് കേറ്റുന്നു. ആ തള്ള അങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും. ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയതാ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജനി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം, പൊണ്ണത്തടിയൻ. പക്ഷെ ശരിക്കും രവീന്ദ്രനാഥ് സാറിന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട്, ചേട്ടൻ, നമ്മുടെ അട്ടാസ നായകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? വാശി, ഭയങ്കര വാശി. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടൂല. ഓഹോ, അസലായിട്ട് പാടിയിരുന്നതാ പണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കക്ഷിയുടെ തന്നെ ഭാഷ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നട്ടു. അത് കൊള്ളാലോ. നമുക്ക് ആ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ? ഉവ്വ് നടന്ന തന്നെ. ആ, നമുക്കൊന്ന് ശ്രമിക്കാന്നേ. അത്ര വലിയ പാട്ടുകാരനാണെങ്കി അതൊന്ന് കേക്കണല്ലോ. പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന. പാടിക്കാൻ ചെല്ലുമ്പോ തലയിലൊരു ഹെൽമെറ്റ് കൂടി വെച്ചോണം. അത്ര വാശിക്കാരനാ? എന്താ സംശയം? ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അതെന്താ ഈ ഞാൻ വരെ? അയാടെ ആരാ ഈ ഞാൻ? അയാളെപ്പറ്റി പറയുമ്പോ 100 നാക്കാണല്ലോ. എന്താണ്? അയ്യേ, എന്ത്? ഒരു സ്മെല്ല് വരുന്നുണ്ടോ ഇവിടെയൊക്കെ? എന്ത് സ്മെൽ? ഒരുമാതിരി പ്രത്യേക ഗന്ധം. ഈ പ്രേമത്തിന്റെ സുഗന്ധം. ആ സുഗന്ധം കൂടെ കടി ചെന്നാ മതി. എപ്പോഴെങ്കിലും ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഏയ്, എനിക്കങ്ങനൊന്നുമില്ല. ചെറുപ്പം തൊട്ടുള്ള പരിചയം, അത്ര തന്നെ. എന്തോ ആ പറച്ചിലിൽ തന്നെ ഉണ്ടല്ലോ ഒരവലക്ഷണം. അതോ മൂപ്പര് സംഗീതം കുഴിച്ചു മൂടി വാഴ നട്ട പോലെ ഇവിടെ ഇതും കുഴിച്ചു മൂടി വാഴ നട്ടിട്ടുണ്ടോ? ഞാൻ പോട്ടെ, എനിക്ക് ഡ്യൂട്ടിയുടെ ടൈം. അവിടെ നിക്ക്. ഇത് കണ്ടുപിടിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടർ എന്റെ അടുത്തുണ്ട്.
ടൊമാറ്റോ സാറാൻറ്റി. എപ്പോഴോ കേട്ടു മറന്ന പാട്ടിന് കാതോർത്ത് ഒലിവ് മരങ്ങളുടെ തണലിൽ അവൾ കാത്തു നിൽക്കും. ഷാരോൺ താഴ്വരയിൽ എപ്പോഴും മഞ്ഞു പെയ്യുന്നുണ്ടാവും. ആകാശത്ത് നിറങ്ങി വന്ന നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മാതെ അവൾക്ക് കൂട്ടിരിക്കും. പിന്നെ കണ്ട സ്വപ്നങ്ങൾ ഓരോന്നായി ഓർത്തോർത്തെടുത്ത് അവൾ അവരോട് പറയാൻ തുടങ്ങും.